നരഹത്യയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടുള്ള വികസനം വേണ്ട എന്നുള്ള ബോർഡുകളും ഇവർ എഴുതി വെക്കാറുണ്ട്. ഇനിയിപ്പോ ഗോവിന്ദ മാഷ് പറയാൻ പോകുന്ന വികസനം എന്താണ്? കേരളം ഒരു ബിഗ് സീറോ ആണ്. ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പൊതുവായി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എന്ത് വികസന നേട്ടമാണ് പിണറായി വിജയന് പറയാനുള്ളത്? നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തെത്താറായി. 3 മുന്നണികളും ഏത് വിധത്തിലും ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് 3-ാം ഊഴത്തിനുള്ള അവസരമാണ്. ഏതു വിധത്തിലും ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അവരും. LDFന്റെ വികസന ജാഥകൾ ആരംഭിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ ഉത്തരമേഖലാ ജാഥയും മധ്യമേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും അവസാനിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉത്തരമേഖലാ ജാഥ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും, മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോസ് കെ മാണിയും, അതുപോലെ തന്നെ തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് നയിക്കുക. ഇപ്പോൾ 10 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വികസന ജാഥയുമായി മുന്നോട്ട് വരുമ്പോൾ എന്തായിരിക്കും അവർക്ക് ജനങ്ങളോട് പറയാനുണ്ടാവുക? ഏത് തരത്തിലായിരിക്കും ജനങ്ങൾ ഈ ജാഥകളെ സ്വീകരിക്കുക? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂറാണ്. വികസനം ആളുകളെ കൊന്നുകൊണ്ട് വേണ്ട, നരഹത്യയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടുള്ള വികസനം വേണ്ട എന്നുള്ള ബോർഡുകളും ഇവർ എഴുതി വെക്കാറുണ്ട്. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് മംഗലാപുരം അവസാനിച്ച ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് സാർത്ഥകമാകുകയായിരുന്നു. പക്ഷെ അതിനെ മലബാറിനെ മൊത്തം പിടിച്ചുകുലുക്കിയ പല സമരങ്ങളും ഇടതുപക്ഷ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഗെയിൽ പാചകവാതക പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്ത അനേകം പേരിൽ ഒരാളാണ് ഞാൻ. അന്ന് ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും തന്നത് പാനൂർ ഭാഗത്തുള്ള CPMന്റെ പ്രവർത്തകർ തന്നെയാണ്. അവർ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇഫക്റ്റിനെ കുറിച്ച് ലേഖനങ്ങൾ ധാരാളം ദേശാഭിമാനി പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. അതോടുകൂടി നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം മാഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഗെയിൽ പാചകവാതക പൈപ്പ് ലൈനിന്റെ നേട്ടങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നവരായി മാറുകയാണ് ചെയ്തത്. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, ആർക്കും അത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന ഒരു ഫത്വ അല്ലെങ്കിൽ വ്യാഖ്യാനവുമായി CPM വന്നു. മുക്കത്തിനും അരീക്കോടിനുമിടയിൽ വലിയ തോതിൽ സമരം നടത്തിയിരുന്നു. അവിടെ ആ സമരത്തിൽ ജാതി മത പാർട്ടികളൊന്നുമില്ലാതെ അവർ ആവശ്യപ്പെട്ടത് ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ നിർത്തണമെന്നല്ല, അതിന് സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്ഥലത്തിന് റവന്യൂ വില കൊടുത്താൽ പോരാ, മാർക്കറ്റ് വില കൊടുക്കണമെന്നായിരുന്നു എരഞ്ഞിമാവ് സമരം. പക്ഷേ വളരെ ക്രൂരമായിട്ട് തന്നെയാണ് വിജയൻ അതിനെ നേരിട്ടത്. അങ്ങനെ ആ സമരത്തെ കംപ്ലീറ്റ് അടിച്ചമർത്തി. ഗെയിൽ പാചകവാതക പൈപ്പ് ലൈനിന്റെ ഒരു വ്യക്തിമാണ് ഞാൻ. ഈ ഗെയിലിന് പോയൊരു സ്ഥലം വില കൊടുത്ത് ആരും വാങ്ങാൻ പോകുന്നില്ല. ഇനി അഥവാ വില കൊടുക്കുമെങ്കിൽ തുച്ഛമായ പൈസ കൊടുക്കുള്ളൂ. കാരണം അവിടെ വീടെടുക്കാൻ കഴിയില്ല. കാരണം കാലാനുഭവത്തിന് വേണ്ടി സ്ഥലം ആരാ വാങ്ങുക? അവിടെ രണ്ടാമത് തെങ്ങ് നടാൻ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ആ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ വൻ വൃക്ഷങ്ങൾ നടാൻ പറ്റില്ല. അപ്പം ആദ്യം ഈ ഒരു പദ്ധതി കേരളത്തെ കംപ്ലീറ്റ് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ അതേ പദ്ധതി തന്നെ പിന്നെ വികസനത്തിന്റെ ഒരു മുദ്രയായും പിണറായി വിജയന്റെ വലിയ വിജയത്തിന്റെ ഒരു ചിഹ്നമായും അത് മാറുന്നത് നമ്മൾ കാണും. വിഴിഞ്ഞം പദ്ധതി, കടൽ കൊള്ള എന്ന് പറഞ്ഞ പദ്ധതി, ആ പദ്ധതി വിജയന്റെ കാലത്ത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴോ അല്ലെങ്കിൽ പദ്ധതിയുടെ ഒരു രൂപരേഖ ഉണ്ടാക്കിയപ്പോഴോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ഫംഗ്ഷനിൽ അവര് അദ്ദേഹത്തിന്റെ പേര് പോലും മറന്നുപോയി, ചാണ്ടിയുടെ പേര് പോലും. അപ്പം ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് മാത്രമേ വികസനം ഉണ്ടാവുള്ളൂ. കേരയിൽ 50 കോടിയാണ് കേരളിന്റെ കുറ്റിക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചത്. കേരയിൽ ഒരു യാഥാർത്ഥ്യമാകും കേന്ദ്രം എതിർത്താൽ പോലും എന്ന് പറയാനുള്ള ധിക്കാരം പോലും ആ ഇടതുപക്ഷത്തിനുണ്ടായി. കാരണം ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, കേരളം ഒരു പ്രത്യേക രാജ്യമല്ല. എന്നിട്ടും കേരയിൽ ഇത് പറയുന്നത് പിണറായി വിജയനാണ്. കേരയിൽ എങ്ങനെ വന്നാലും നടപ്പാക്കും. ഇപ്പൊ കേരയില് ആകാശത്തങ്ങ് പോയി. ഐഡിയ ഹാസ് ബീൻ ഫിസിൽഡ് ഔട്ട്. ഇനിയിപ്പോ ഗോവിന്ദ മാഷ് പറയാൻ പോകുന്ന വികസനം എന്താണ്? വിദ്യാഭ്യാസം കംപ്ലീറ്റ് താറുമാറായി കിടക്കും. ഞങ്ങൾക്കാകെ 3 തരം വരുമാനം ഉള്ളൂ എന്ന് പറയുന്നു. മദ്യഷാപ്പുകളുടെ എണ്ണം കൂടി വരുന്നു, ബിയർ പാർലറുകളുടെ എണ്ണം കൂടി വരുന്നു.
രണ്ടാമത് ലോട്ടറിയുടെ വരുമാനം, മൂന്നാമത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വരുമാനം. ഈ 3 വരുമാനം മാറ്റി നിർത്തിയാൽ കേരളം ഒരു ബിഗ് സീറോ ആണ്. ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് നേരത്തെ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച മെഡിക്കൽ കോളേജ് പലതും ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങി വെച്ച പാലങ്ങൾ കംപ്ലീറ്റ് ഇവർ ഫിനിഷ് ചെയ്ത് എന്നുള്ളതൊക്കെ സത്യമാണ്. പൊതുവായി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എന്ത് വികസന നേട്ടമാണ് പിണറായി വിജയന് പറയാനുള്ളത്? കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രയധികം കുത്തഴിഞ്ഞൊരു കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഇതൊരു ഇലക്ഷൻ മാൽ പ്രൊപ്പഗാൻഡ എന്നതിൽ കവിഞ്ഞ് ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാൻ പറ്റില്ല. വിജയൻ തന്നെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് മിനിസ്റ്റേഴ്സിനെയും കൂട്ടി കേരളം മുഴുവൻ നടന്നിരുന്നു. അതായത് ഓരോ മിനിസ്റ്ററെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് ഈ മിനിസ്റ്ററുടെ ദൗത്യം, ഇതാണ് ഈ മിനിസ്റ്ററുടെ ദൗത്യം. ആ പണവും വെള്ളത്തിൽ വരച്ച രേഖ പോലെയായി എന്നല്ലാതെ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇവരെ വികസനം എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ളക്ക് 5 കോടി സ്മാരകം പണിയാൻ, അത് ഖജാനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. MP വീരേന്ദ്രകുമാർ നല്ല സമ്പന്നനാണ്, പക്ഷെ അയാളെ മകനെ പാർട്ടിയിൽ നിർത്താൻ വേണ്ടി 5 കോടി അവിടെയും. അപ്പൊ സ്മാരകങ്ങൾ പണിതുക, പക്ഷെ ഇതൊന്നും ഫൗണ്ടേഷനിൽ അപ്പുറം പോയിട്ടില്ല. ഇതാണോ വികസനം? കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഖജാനാവ് ശൂന്യമാണ്. അടുത്ത മാസത്തെ സാലറി ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി കൊടുക്കാൻ പോലും പണമില്ല. അങ്ങനെ പണമില്ലാതെ ക്ലീൻ സ്ലേറ്റുമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ഞങ്ങളിത് ആകാശത്തോളം വലിയ വികസനം കൊണ്ടുവരുന്നു, ഹിമാലയത്തോളം വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്?